അന്നു വേണ്ട ആഹാരമായിട്ട് സ്വയമേ കീഴടങ്ങിക്കൊള്ളാം എന്ന ധാരണയില് രാജാവായ സിംഹവും കാട്ടിലെ മറ്റു മൃഗങ്ങളും തമ്മിൽ ധാരണയാകാണ്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഓരോ ദിവസവും ഓരോരുത്തർക്ക് കുറി വീഴും. കുറി വീഴുന്നവര് രാജാവിന്റെ അടുത്ത് സ്വയമേ കീഴടങ്ങും. അവരെ രാജാവിന് കൊന്നു ഭക്ഷിക്കാം. മറ്റുള്ള മൃഗങ്ങളെ രാജാവ് ഒന്നും ചെയ്യില്ല. അപ്പോ കാട്ടിലൊരു സമാധാനമൊക്കെ വന്നു. എല്ലാവരും തങ്ങൾക്ക് കുറി വീഴാതിരിക്കാൻ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇടയ്ക്കിടയില് ഒരു ദിവസം നമ്മുടെ കുറുക്കന് കുറി വീഴുകയാണ്. കുറുക്കന് ജീവിച്ച് കൊതിയൊന്നും തീർന്നുണ്ടായില്ല. അവൻ ഭയങ്കര സൂത്രക്കാരനുമാണ്. അവൻ നേരെ കഴുതരെ എടുത്ത് നിന്ന്, കഴുതേ നീ അറിഞ്ഞ നമ്മുടെ രാജാവ് റിട്ടയർ ചെയ്യാണ്. അദ്ദേഹം ഇത്ര നാള് തനിക്ക് പറ്റിയ ഒരു പിൻഗാമിയെ, അടുത്ത ആളെ ആരെ രാജാവാക്കും എന്ന ചിന്തയിൽ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം കണ്ടെത്തി. അത് കണ്ടെത്തിയ വ്യക്തി നീയാണ്. കഴുത പറഞ്ഞു, ഞാനോ? അതേടാ നീയാണ്. നീ വിചാരിക്കണ പോലെ ഒന്നല്ല, എല്ലാവർക്കും നിന്നെ കുറിച്ച് ഭയങ്കര നല്ല മതിപ്പാണ്. അപ്പൊ നീയാണ് അടുത്ത രാജാവ് എന്നാണ് പറഞ്ഞു കേട്ടത്. രാജാവ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നിന്നോട് വേഗം രാജാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോ കഴുതയും വിചാരിച്ചു, ശരിയാ, കുറുക്കൻ ചുമ്മാ ഒന്നും പറയില്ല, എന്തൊക്കെ പറഞ്ഞാലും അവനൊരു സത്യം മാത്രമേ പറയുള്ളൂ, അവൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് കഴുത വളരെ ഭംഗിയായിട്ട് സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മുടെ രാജാവായ സിംഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കഴുതയെ കണ്ടതും രാജാവായ സിംഹം ചാടി വീണു. കഴുതയുടെ 2 ചെവിയും കടിച്ചു പറിച്ച് തിന്നു കളഞ്ഞു. കഴുതയുടെ ചെവി പോയതും കഴുത വേദന കൊണ്ട് ഓടി വേഗം നമ്മുടെ കുറുക്കന്റെ അടുത്ത് എന്നിട്ട് പറയടാ കുറുക്ക, നീ എന്ത് പണിയാണോ പിടിച്ചേ? എന്റെ 2 ചെവിയും ഈ സിംഹം കടിച്ചു പറിച്ച് തിന്നു കളഞ്ഞു. നീ എന്നോട് നുണ പറഞ്ഞതാണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കുറുക്ക പറഞ്ഞു, എടാ കഴുത, അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് രാജാവ് ആകുമ്പോൾ ഒരു കിരീടം വെക്കണം. കിരീടം വെക്കുമ്പോൾ നിന്റെ ഈ 2 ചെവിയും അതൊരു തടസ്സമാണ്. അപ്പൊ അതിനു വേണ്ടിയായിരിക്കും രാജാവ് ആ ചെവി 2 പറിച്ചു കളഞ്ഞത്. നീ ധൈര്യമായിട്ട് ചെല്ല്, നീ തന്നെയാണ് അടുത്ത രാജാവ്. വീണ്ടും കഴുത വിചാരിച്ചു, ശരിയാണല്ലോ അവൻ പറഞ്ഞതില്, കിരീടം വെക്കുമ്പോ അതിനൊരു ഭംഗിയുണ്ട് ഈ 2 ചെവികളും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഈ സിംഹത്തിന്റെ അടുക്കിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. ഇത്തവണ കഴുതയെ കണ്ടതും രാജാവ് വേഗം ചാടി വീണ് കഴുതയുടെ വാല് കടിച്ച് പറിച്ചു. ആ വേദനയില് കഴുത വീണ്ടും ഓടി വേഗം ഈ കുറുക്കന്റെ അടുത്ത് നിന്നാ, കുറുക്ക, നുണയാ, വഞ്ചക, എന്റെ വാല് ഇത്തവണ പോയി. നീയല്ലേ പറഞ്ഞ എന്നെ രാജാവാക്കുന്നു. ആദ്യത്തെ തവണ ഞാൻ നിന്നെ വീണ്ടും വിശ്വസിച്ചു, ഇത്തവണ നീ എന്നെ ചതിച്ചലടാന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു, എടാ കഴുതേ, ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ തന്നെ അടുത്ത രാജാവ്. കാരണം രാജാവായി കഴിയുമ്പോ സിംഹാസനത്തിൽ ഇരുത്തണം. അപ്പോ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ നിന്റെ വാല് ഒരു അഭംഗിയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് രാജാവ് ആ വാല് പറിച്ചു കളഞ്ഞത്. നീ ധൈര്യമായിട്ട് അല്ലേ, നീ തന്നെയാടാ അടുത്ത രാജാവ്. ശരിയാണല്ലോ, എന്റെ വാല് ഇച്ചിരി ഒരു നീളക്കുറവൊക്കെ ഉണ്ട്, അതിന് വലിയ ഭംഗിയൊന്നും ഇല്ല, രാജാവാകുമ്പോ ഒരല്പം ഗ്ലാമറൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ച് കഴുത വീണ്ടും തിരിച്ചു ചെല്ലുകയാണ്. ഇത്തവണ കഴുതയെ കണ്ടതും രാജാവ് കഴുതയുടെ മേൽ ചാടി വീണ് അറിഞ്ഞും പുറിഞ്ഞും കടിച്ച് കഴുതയെ കൊന്നു കളഞ്ഞു. അതോടെ കഴുതയുടെ കഥ തീർന്നു. കുറുക്കൻ രക്ഷപ്പെടുകയും ചെയ്തു. ചില മനുഷ്യരെ ഇങ്ങനെയാ, ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും, നീ സൂപ്പറാടാ, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റൂടാന്ന് പറയും. അനാവശ്യമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ കുഴിയിൽ ചാടിക്കുന്ന കൂട്ടുകാരന്മാരെ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ.